ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ സുഹൃത്ത് ഷാനയെക്കുറിച്ചാണ്. ഷാനയെക്കുറിച്ച് പറയുമ്പോൾ അവള് ഇപ്പൊ കുറച്ചധികം കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, അതിൻ്റെ ശേഷമായിട്ട് അവൾക്ക് നേരിടേണ്ടി വന്ന ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥ, അവളുടെ യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലൂടെയും കൂടെ അവൾ കടന്നു പോവുകയുണ്ടായി. യൂട്രസ് എന്ന് പറയുന്നത്, ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണ്. ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള ഒരു അവയവം ഏതാണ് സ്ത്രീയുടെ ശരീരത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ലാതെ പറയാം അത് യൂട്രസ് ആണെന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഷാനയുടെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നതെന്നും എന്തൊക്കെ പ്രയാസങ്ങളാണ് അവൾ അനുഭവിച്ചത് എന്നൊക്കെയുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. അത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ സുഹൃത്ത് ഷാന വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞു. 18 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞു. 19 വയസ്സായപ്പോൾ ആദ്യത്തെ കുട്ടിയായി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം അടുത്ത കുട്ടിയായി. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ജീവിതം പോകുന്നതിനിടയിലാണ് ഇങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ ഈ മെൻസ്ട്രേഷൻ വരുന്ന സമയത്ത്, അതായത് മാസമുറ വരുന്ന സമയത്ത് അതിഭീകരമായിട്ടുള്ള വേദന, ഈ വേദന കാർന്നു തിന്നുന്ന സമയത്ത് നമ്മൾക്കറിയാം, ഈ വേദന വരുന്ന സമയത്ത് നമ്മളെല്ലാവരും എന്താ ചെയ്യുക, ആദ്യം പോയിട്ട് പാരസെറ്റാമോൾ കുടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഗർഭാശയമായി റിലേറ്റഡ് ആയിട്ടുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ മെഫ്റ്റാൽ സ്പാസ് പോയി കുടിക്കും. അതാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ മെഫ്റ്റാൽ സ്പാസും അതുപോലെ തന്നെ പാരസെറ്റാമോൾ എല്ലാം കുടിച്ച് ഒരുപാട് കാലം കഴിഞ്ഞു. ഇതിനിടയിലൊന്നും മൂന്നാമതൊരു കുട്ടി ഉണ്ടാവുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പോയി ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള വാർത്തയാണ് അറിയുന്നത്. അപ്പോൾ കുട്ടികൾ ഉണ്ടാകുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും ഒരുപാട് മുന്നോട്ട് പോവാണ്. അങ്ങനെ ഏകദേശം 21 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഷാനയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് കാലിന് ഭയങ്കര വേദന. ഈ മെൻസ്ട്രേഷൻ വരുന്ന സമയത്ത് ഒട്ടും എണീറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഫുൾ ടൈം ബെഡിൽ കിടക്കുക, കാല് ഭയങ്കര വേദന, വയറ് ഭയങ്കര വേദന, അങ്ങനെ എല്ലാം കൊണ്ടും തല കറങ്ങുക, അതുപോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. അപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് ബ്ലഡ് കുറവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളെല്ലാം കൊടുത്തു. 8 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഹീമോഗ്ലോബിൻ 8 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ 8 എത്ര മെഡിസിൻ കഴിച്ചിട്ടും ഈ ഒരു 8 എന്നുള്ള ഒരു നമ്പർ മാറുന്നില്ല. പിന്നെ 3-4 മാസം അയണിന്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടും 8.4 ആവുന്നുണ്ടായിരുന്നുള്ളൂ. ഒരുപാടൊന്നും മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോഴും എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല, ഷാനക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു സമയത്ത് വീട്ടിൽ കുഴഞ്ഞു വീഴുകയും ബോധം പോകുന്ന രീതിയിലൊക്കെ എന്താ പറയുക, ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നോക്കിയ സമയത്താണ് ആ ഭീകരമായിട്ടുള്ള സത്യം അറിഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്രസിനകത്ത് ഒരുപാട് മുഴകളുണ്ട്. ഫാലോപ്പിയൻ ട്യൂബിലും യൂട്രസിലുമായിട്ട് ഒരുപാട് മുഴകളുണ്ട്. ഈ മുഴകൾക്ക് ഡോക്ടർമാരെ പേരിട്ട് വിളിക്കുന്നതാണ് എൻഡോമെട്രിയോസിസ്, അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ് എന്നുള്ളത്. യെസ്, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ചോക്ലേറ്റ് സിസ്റ്റിനെ കുറിച്ചാണ്. ഈ ചോക്ലേറ്റ് സിസ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്നൊക്കെ കേൾക്കുമ്പോൾ, ചോക്ലേറ്റ് സിസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ഫാൻസി നെയിമായിട്ട് തോന്നുമെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരു മാരക രോഗമാണത്, ഒരു രോഗാവസ്ഥയാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത്ര പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഷാനയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻഡോമെട്രിയോസിസ് അവൾ കുടിക്കുന്ന ഗുളികകളും അവൾ കുടിക്കുന്ന മെഡിസിൻസും, രാഗിയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രാഗി കഴിച്ചിട്ടും ഈത്തപ്പഴ ജ്യൂസ് കഴിച്ചിട്ടൊന്നും ചോര കൂടുന്നില്ല. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വില്ലൻ വലുതായി വരികയാണ്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ഈ സിസ്റ്റ് വലുതായി വരികയായിരുന്നു നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചത്. എൻഡോമെട്രിയോസിസ് എന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബിനകത്തൊക്കെ വരുന്ന ചെറിയ ചെറിയ മുഴകൾ. ഈ ചെറിയ മുഴകൾ എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു ഡോട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നീട് അത് വളർന്ന് വലുതായി ചോരയാണ് കേട്ടോ, മൊത്തത്തിൽ ചോരയുടെ കട്ടയായിരിക്കും. ചോരയുടെ കട്ട ഉള്ള ഈ ഒരു സംഭവം വലുതായി നല്ല വലുതായിട്ട് സൈസ് വെക്കും. അപ്പൊ ഈ കല്യാണം കഴിയാത്ത പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റ് റിമൂവ് ചെയ്യാതെ അവർക്ക് ഒരു പ്രഗ്നൻസി പോസിബിൾ അല്ല. കാരണം ആ ഒരു സ്പേമും കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടെ മൊത്തം ബ്ലോക്ക് ആയിരിക്കും. ഈ ഒരു സിസ്റ്റ് വളർന്ന് വലുതായിട്ട് ആ ഒരു രീതിയിലായിരിക്കും. ഈ ചോക്ലേറ്റ് സിസ്റ്റ് വരുന്ന സമയത്ത് ഒരു സിസ്റ്റ് ഒന്നും ആയിട്ടല്ല വരിക, 2, 3, 4 ഇഷ്ടം പോലെ സിസ്റ്റുകളൊക്കെ ഒരുമിച്ചാണ് വരുന്നുണ്ടാവുക. അതിലൊന്ന് നല്ല വലുതായിരിക്കും, ഒന്ന് ഒരു മീഡിയം ആയിരിക്കും, ഒന്ന് ചെറുതായിരിക്കും. അങ്ങനെ പല രീതിയിലാണ് ഈ സിസ്റ്റുകൾ ഫോം ചെയ്യുക. അപ്പം ഇതുണ്ടാവുന്ന സമയത്ത് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഇത് നിർത്താം. എന്താണെന്ന് വെച്ചാൽ, ഹോർമോൺ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ ഈ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻ ആയിരിക്കും. അത് കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും.
അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ അതുകൊണ്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ കീ ഹോൾ സർജറി ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്യണം. അങ്ങനെ ഒരു പ്രഗ്നൻസി കാര്യങ്ങൾ പോസിബിൾ ആവുള്ളൂ. പക്ഷെ ഒരു സ്ത്രീ ആയിട്ട് മെൻസ്ട്രേഷൻ ഉള്ളിടത്തോളം കാലം ഈ ഒരു സംഭവം വീണ്ടും റീഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ഇതിൽ നിന്നും ഒരിക്കലും ഒരു പെൺകുട്ടിക്ക്, അതായത് എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫേസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് മോചനമില്ല. ഇനിയിപ്പോൾ ഈ പെൺകുട്ടി നേരത്തെ കല്യാണം കഴിഞ്ഞു, ആ പെൺകുട്ടി കുഴപ്പമൊന്നുമില്ലാതെ പ്രഗ്നന്റ് ആയി എന്ന് വിചാരിച്ചാൽ ആ പ്രഗ്നൻസിയോട് കൂടെ ഈ സിസ്റ്റ് ചെറുതായി അലിഞ്ഞില്ലാണ്ടായി പോകും. വൺസ് ആ പെൺകുട്ടി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വീണ്ടും മെൻസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു സിസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് അന്ന് ഡോക്ടർ പറഞ്ഞൊരു ടേം ഞാൻ കേട്ടത് റിട്രോവേർഡ് മെൻസ്ട്രേഷൻ എന്നാണ്. അതായത് മെൻസ്ട്രേഷൻ ബ്ലഡ് താഴേക്ക് പോകുന്നതിന് പകരം അതിങ്ങനെ സ്റ്റിക്കായി ഒരു ബോൾ രൂപത്തിൽ അതല്ലെങ്കിൽ ഒരു സിസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ എന്താ പറയുക വോളിൽ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഓരോ പ്രാവശ്യത്തെ മെൻസ്ട്രേഷൻ വരുന്നതിനനുസരിച്ച് അത് വളർന്ന് വലുതായി വരും. ഇതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിങ്ങനെ വലുതായി വരാനുള്ള റീസൺ. അപ്പോൾ അതാണ് സംഭവം. ഈ ഒരു മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഭീകരമായിട്ട് വേദനയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. അപ്പം ഷാനയുടെ കേസിൽ സംഭവിച്ചത് 1 വർഷം മുന്നേ നോക്കിയ സമയത്ത് അതിനാകെ 3 സെന്റിമീറ്റർ ഒക്കെ നീളം ഉണ്ടായിരുന്നുള്ളൂ. 3 സെന്റിമീറ്റർ റേഡിയസ് ഒക്കെ ഉണ്ടായിരുന്ന അത് പിന്നീട് 1 വർഷം കഴിഞ്ഞ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഴലും അതുപോലെ തന്നെ തലചുറ്റലൊക്കെ ഉണ്ടായ സമയത്ത് നോക്കുമ്പോൾ അത് 12 സെന്റിമീറ്ററോളം അത് വലുതായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കഴിച്ച മെഡിസിൻസും അതുപോലെ തന്നെ നീ കഴിച്ച രാഗിയും എല്ലാം നിന്റെ സിസ്റ്റ് കുട്ടപ്പനാണ് അത് വലിച്ച് കുടിച്ച് അത് സന്തോഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് വലുതായെന്ന് ഡോക്ടർക്ക് പോലും സംശയം. അതാണ്. അപ്പൊ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇത് ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ആകുമ്പോൾ അത് യൂട്രസുമായിട്ട് ഒട്ടിക്കഴിഞ്ഞാല് വേറെ അവയവങ്ങളുമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിനകത്തുള്ള വയറിനകത്തുള്ള അവയവങ്ങളുമായി ഒട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓപ്പറേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ വിത്ത് യൂട്രസോട് കൂടെ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കും ഈ ഒരു എൻഡോമെട്രിയോസിസ് സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം അത്ര സിറ്റുവേഷൻസ് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പെട്ടെന്ന് കൺസീവായി, രണ്ടാമത്തും കൺസീവായി, അങ്ങനെ പോയി. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഭാവിയിൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും. കാരണം ഈ സിസ്റ്റ് വലുതാവുകയോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ എന്താ പടച്ചോന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ പ്രഗ്നന്റ് ആയി, അങ്ങനെ സിസ്റ്റ് ഡിസോൾവ് ആയി പോയി. പിന്നെ രണ്ടാമത് വീണ്ടും പ്രഗ്നന്റ് ആയി, സിസ്റ്റ് ഡിസോൾവ് ആയി. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾ അത് ആ ഒരു കണ്ടീഷൻ ഓക്കെ പ്രഗ്നന്റ് ആയി പ്രസവിച്ചു എന്ന് വിചാരിച്ചിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ പോയി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ടീഷൻ സേഫ് ആണെന്ന് അറിയുന്നത് വരെ നിങ്ങൾ ഈ ഒരു എൻഡോമെട്രിയോസിസിനെ കുറിച്ച് മറക്കരുത്. കാരണം ഈ ഒരു എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസ് അടക്കം റിമൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസീസാണ്. അപ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഹോർമോൺസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഹോർമോൺസും ഈസ്ട്രജൻ അതുപോലെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഹോർമോൺസും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ യൂട്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ യൂട്രസ് റിമൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതിലേക്ക് എത്തിക്കരുത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നറിയുന്ന ആളുകൾ നേരത്തെ തന്നെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിന് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പം എൻ്റെ ഒരു സുഹൃത്തിന് ഷാനയ്ക്ക് സംഭവിച്ചത് അവളുടെ യൂട്രസ് റിമൂവ് ചെയ്തു. അങ്ങനെ ആൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഉണ്ട് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. യൂട്രസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ ബ്ലഡ്, ആ മെൻസ്ട്രൽ ബ്ലഡ് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് പോവുകയാണ്. അതൊരു കൈൻഡ് ഓഫ് ബ്ലെസ്സിങ് ആണ്, നമുക്ക് ഉണ്ടാകുന്നൊരു ബ്ലെസ്സിങ് ആണ്. ഓരോ മാസത്തെ മെൻസ്ട്രൽ ബ്ലഡും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഓരോ ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് മാത്രമല്ല എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇമ്പ്യൂർ ബ്ലഡിലൂടെ പുറത്തേക്ക് ശരീരം തള്ളും. പക്ഷെ ഈ ഒരു യൂട്രസ് തന്നെ റിമൂവ് ചെയ്യുന്ന സമയത്ത് പിന്നീട് അങ്ങനെ ഒരു ഓപ്ഷനേ വരുന്നില്ല. മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് ബാലൻസും കൂടെ മിസ്സാവാനുള്ള ചാൻസും പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ സയൻസിൽ നമുക്ക് അത്രത്തോളം കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നന്നാവും. കാരണം ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾ അമാന്തിച്ച് നിൽക്കരുത്. കാരണം
ഇന്നല്ലെങ്കിൽ നാളെ അത് കാർന്നു തിന്നുന്ന ഒരസുഖമാണ്. നമ്മുടെ യൂട്രസ് കൊണ്ടേ ആ ഒരു അസുഖം പോവുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് പേരുടെ കേസ് ഇത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഷാനയുടെ മാത്രമല്ല, വേറെ ഒരുപാട് കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ വേറെ ഇതുപോലെ കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, യൂട്രസ് റിമൂവ് ചെയ്യുന്നതും ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അങ്ങനെ ഒരു വിധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് തടുക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്കൊരു മെഡിക്കൽ കെയർ കൊടുത്തുകൊണ്ട് നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയാനുള്ള ഒരു സിറ്റുവേഷനെങ്കിലും ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ചോക്ലേറ്റ് സിസ്റ്റിനെ കുറിച്ചും അതുപോലെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന കേസിനെ കുറിച്ചൊക്കെ കേട്ട സമയത്ത് എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഈ ഒരു കണ്ടീഷൻ എനിക്കുള്ളതാണ്. അപ്പോൾ എന്നോടപ്പോൾ ഷാന പറഞ്ഞത് തന്നെ അതായിരുന്നു, നീ വേഗം പോയിട്ട് ഡോക്ടറെ പോയിട്ട് ചെക്ക് ചെയ്തോട്ടോ, നീ ചുമ്മാ ഇരിക്കരുത്, കാരണം ഇതെല്ലാം പോയി ഡെലിവറി കഴിഞ്ഞ് പോയി എന്ന് വിചാരിച്ച് നീ സമാധാനിച്ചിരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ മെൻസ്ട്രുവേഷൻ ഇവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻസ് തരും, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അതെടുക്കുക ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളോ കല്യാണം കഴിഞ്ഞിട്ടും ഈ എക്സസ് ആയിട്ടുള്ള പെയിന് സഹിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോടാണ്. കാരണം ഇതൊരു ചെറിയ കണ്ടീഷനാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വെറുതെ ഇരിക്കരുത്. എക്സസ് മെൻസ്ട്രൽ പെയിന്, അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ക്ലോട്ട്, മെൻസ്ട്രൽ ടൈമിൽ ബ്ലഡിൻ്റെ ക്ലോട്ടൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എൻഡോമെട്രോസിസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോയിട്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യാം. എൻഡോമെട്രോസിസ് ഒക്കെ എന്ന് പറഞ്ഞാൽ പുറത്തൂടെയുള്ള സ്കാനിങ്ങിൽ അത് മനസ്സിലാവില്ല. എന്താ പറയുക, ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക കൈൻഡ് ഓഫ് സ്കാനിങ് ഉണ്ട്, അത് ചെയ്താൽ മാത്രമേ ഈ ഒരു എൻഡോമെട്രോസിസ് കണ്ടീഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇതുപോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ കെയർ എടുക്കുക. അത്യാവശ്യം പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ അണ്ടർ സൂപ്പർവിഷൻ ആണ്, പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് സേഫ് ആയിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് വിചാരിച്ച് ആരും ടെൻഷൻ ആവുകയോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചതൻ.